ഹിന്ദു പുരാണങ്ങളിൽ ശനി ഗ്രഹം എന്നും അറിയപ്പെടുന്ന ശനി ഭഗവാൻ ആക്രമണകാരിയും നീതിമാനും ആയി കണക്കാക്കപ്പെടുന്നു. നീതിയുടെ ദൈവമെന്ന നിലയിൽ ശനി വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കി പ്രതിഫലവും ശിക്ഷയും നൽകുന്നു. ശനി അച്ചടക്കം, കർമ്മം, കഠിനാധ്വാനം, ക്ഷമ, ദീർഘായുസ്, കാലതാമസം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 19 വർഷത്തെ ശനി മഹാദശ ഒരാളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന ഘട്ടമാണ്. ഈ സമയത്ത് ശനി പ്രാഥമിക സ്വാധീനം ചെലുത്തുന്നു. ഇത് വ്യക്തിഗത കർമ്മത്തെയും ജാതകത്തിലെ ഗ്രഹത്തിന്റെ സ്ഥാനത്തെയും ആശ്രയിച്ച് അനുകൂലവും പ്രതികൂലവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. സാധേ ശനി മഹാദശയിൽ കരിയർ, സാമ്പത്തികം, വിജയം, ബന്ധങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ശനി പ്രതികൂല ഫലങ്ങൾ കാണിക്കുമ്പോൾ ഈ ഘട്ടത്തെ ശനിക്ക് സാധേ എന്ന് വിളിക്കുന്നു. 7.5 വർഷം നീണ്ടുനിൽക്കുന്ന ഈ കാലയളവ് ഭൂതകാല കർമ്മത്തിന്റെ അല്ലെങ്കിൽ ശനിയുടെ തെറ്റായ സ്ഥാനത്തിന്റെ അനന്തരഫലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദോഷഫലങ്ങൾ. കരിയർ വെല്ലുവിളികൾ. വ്യക്തികൾക്ക് ജോലി സമ്പാദനത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രമോഷനുകളുടെ കാലതാമസം, പ്രോജക്റ്റുകളിൽ അംഗീകാരമില്ലായ്മ, വർദ്ധിച്ചുവരുന്ന ഉത്തരവാദിത്തങ്ങൾ എന്നിവ നേരിടാം. ഉയർന്ന മത്സരം, കലഹങ്ങൾ, സഹപ്രവർത്തകരുമായി എതിർപ്പ് എന്നിവയും ഉണ്ടാകാം. ആരോഗ്യ വെല്ലുവിളികൾ. വിട്ടുമാറാത്തതും നിശിതവും ലഘുവായതുമായ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്നുവന്നേക്കാം. വിഷാദം, സമ്മർദ്ദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ ആശങ്കകളും വ്യാപകമായേക്കാം. സാമ്പത്തിക അസ്ഥിരത. സാമ്പത്തിക വെല്ലുവിളികളും അസ്ഥിരതയും ഉണ്ടാകാം. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളും അനാവശ്യമായ കാര്യങ്ങളിൽ അമിത ചെലവും ഉണ്ടാകാം. ബന്ധങ്ങളുടെ പിരിമുറുക്കം. പങ്കാളികൾ, കുടുംബം, സുഹൃത്തുക്കൾ എന്നിവരുമായി തുടർച്ചയായ കലഹങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാകാം. ഇത് വിവിധ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾക്കും വെല്ലുവിളികൾക്കും ഇടയാക്കും. പ്രതിവിധികൾ. മന്ത്രങ്ങൾ ജപിക്കുക. ശനി ദേവനുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ പതിവായി ശനി മന്ത്രവും ശനി സ്ത്രോതം ജപിക്കുക. പുല്ലിൽ നഗ്നപാതനായി നടക്കുക. ശനിയാഴ്ചകളിൽ നഗ്നപാതനായി പുല്ലിൽ നടക്കുന്നത് ശനിയെ ശമിപ്പിക്കാൻ സഹായിക്കുകയും വിനയം വളർത്തുകയും ചെയ്യും. കർമ്മയോഗം പരിശീലിക്കുക. ശനി ഭഗവാൻ നല്ല പ്രവൃത്തികളെ വിലമതിക്കുന്നതിനാൽ നിസ്വാർത്ഥമായ ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുക. ജീവകാരുണ്യ സംഭാവനകൾ. നിസ്വാർത്ഥതയും ഉദാരതയും പ്രകടമാക്കിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുക. യാഗം അല്ലെങ്കിൽ ഹവനങ്ങൾ. നിഷേധാത്മക ഊർജം ശുദ്ധീകരിക്കുന്നതിനും ഉപേക്ഷിക്കുന്നതിനും ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനും യാഗത്തിലോ ഹവനങ്ങളിലോ പങ്കെടുക്കുക. വിളക്കുകൾ വാഗ്ദാനം ചെയ്ത് കറുപ്പ് ധരിക്കുക. ശനിയാഴ്ചകളിൽ കടുക് അല്ലെങ്കിൽ എള്ളെണ്ണ കൊണ്ടുള്ള വിളക്ക് സമർപ്പിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. കറുത്ത എള്ള്, ഇരുമ്പ് പാത്രങ്ങൾ തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. കാലഭൈരവനെ ആരാധിക്കുക. ആത്മീയ സാഫല്യത്തിനായി ശിവന്റെ രൂപമായ കാലഭൈരവനെ ആരാധിക്കുക. മദ്യവും നോൺ-വെജിറ്റേറിയൻ ഭക്ഷണവും ഒഴിവാക്കുക. ആൽമരത്തിന് മധുരമുള്ള പാൽ അർപ്പിക്കുമ്പോൾ മദ്യവും മാംസാഹാരവും ഒഴിവാക്കുന്നതാണ് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നത്. ഹനുമാൻ ചാലിസ് ചൊല്ലുക. ഹനുമാനെ പ്രസാദിപ്പിക്കാൻ ഹനുമാൻ ചാലിസ ചൊല്ലുക. അവന്റെ അനുഗ്രഹവും തിന്മയിൽ നിന്ന് സംരക്ഷണവും തേടുക. ശർക്കരയും കരിഞ്ചീരകവും കുരങ്ങുകൾക്ക് നൽകുന്നത് ഐശ്വര്യമായി കരുതുന്നു. പീപ്പൽ മരത്തെ ആരാധിക്കുക.